നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ വാഴയിലേക്ക് വാടിയിട്ടുള്ള നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതിനെ നമുക്ക് സെർവ് ചെയ്യാം. ബീഫ് ദം ബിരിയാണിയാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. വാഴയില മൺചട്ടിയിൽ വെച്ചിട്ട് നല്ല അടിപൊളി സ്വാദിലുള്ള ബിരിയാണി അത്. ഇപ്പോൾ ബീഫിന് പകരം നമുക്ക് ഇഷ്ടമുള്ള മീറ്റും ഫിഷോ ഒക്കെ വെച്ച് ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഈ ടേസ്റ്റി ബിരിയാണി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. എല്ലാ കൂട്ടുകാർക്കും പ്രീതാസ് ഫുഡ് ചാനലിലേക്ക് സ്വാഗതം. ഇതുപോലൊരു ചട്ടിയും ഒരു കഷ്ണം വാഴയിലും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ദം ബിരിയാണി ഉണ്ടാക്കാം. ഏത് മീറ്റ് കൊണ്ട് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ ചിക്കൻ വെച്ചിട്ടാണെങ്കിലോ ബീഫ് വെച്ചിട്ടാണെങ്കിലോ ഫിഷ് വെച്ചിട്ടാണെങ്കിലോ ചെമ്മീൻ വെച്ചിട്ടാണെങ്കിലോ ഇങ്ങനത്തെ ബിരിയാണി ആണെങ്കിലും നമുക്ക് ചട്ടിയും വാഴയിലും വെച്ച് ദമ്മ് ചെയ്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കാം. അപ്പം ഞാനിവിടെ എടുക്കുന്നത് ബീഫാണ്. 1 കിലോളം ബീഫ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബീഫ് അത്യാവശ്യം വലിയ പീസായിട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ബിരിയാണിക്ക് ആകുമ്പോൾ കുറച്ചും കൂടെ വലിയ പീസ് എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഞാൻ എടുക്കുന്നത് ബസ്മതി റൈസാണ്. ഈ ബസ്മതി റൈസും 1 കിലോളം ഉണ്ട്. ഇതൊരു 20 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി. അതിനുശേഷം വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുള്ളതാണ്. 5 പച്ചമുളക്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, പിന്നെ ഒരു 3 തുടം വെളുത്തുള്ളി. ഇതിനൊന്ന് നമുക്ക് ചതച്ചെടുക്കണം. 4 വലിയ സവാള നൈസായി അരിഞ്ഞതെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2 വലിയ സവാള നൈസായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ 2 സവാള അരിഞ്ഞത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. 3 മീഡിയം സൈസ് തക്കാളി ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1.5 കപ്പ് മല്ലിയില, ഒരു 3/4 കപ്പ് പുതിനയില, കുറച്ച് കറിവേപ്പില. ഇത്രയും സാധനങ്ങളോട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതുകൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് വേവിക്കാൻ വെക്കാം. അപ്പൊ അതിനായിട്ട് ഇവിടെ ഒരു കുക്കർ എടുക്കുന്നുണ്ട്. കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. 1 പിടി സവാള അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. 1/2 മുറി തക്കാളി അരിഞ്ഞതും കൂടെ ഇടുന്നുണ്ട്. ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 2 ടീസ്പൂൺ ഇടുന്നുണ്ട്. അപ്പം ഞാൻ ടീസ്പൂൺ നിറച്ചിടുന്നുണ്ട്. 1 പിടി കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ ചതച്ചെടുത്തിട്ടുള്ള കുരുമുളകാണ്. നൈസല്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള കുരുമുളകാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത്തിരി വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ബീഫിൽ വെള്ളം ഉണ്ടാവും. എന്നാലും ഞാനിവിടെ ഇത്തിരി ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിനെ മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ആദ്യം ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം. എന്നിട്ട് ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ ഫ്ലെയിം ലോ ആക്കിയിട്ട് 5 or 6 വിസിലടുപ്പിക്കാം. അപ്പോൾ ഓരോ ബീഫിൻ്റെയും വേവ് അനുസരിച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വേവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നും കൂടെ വിസിലടുപ്പിച്ച് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് അടുപ്പത്ത് വയ്ക്കുകയാണ്. ഒരു വിസിൽ വന്നു, ഫ്ലെയിം ലോ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ കിടന്ന് വേവട്ടെ. ഒരു 5-6 വിസിലടിച്ചതിന് ശേഷം നമുക്ക് ഫുള്ള് ആവി പോയതിന് ശേഷം തുറന്നു വയ്ക്കാൻ മതി. ഇനി സവാള വറുത്തെടുക്കാം. സവാള വറുത്തെടുക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. നമ്മളുടെ കയ്യിൽ ഏത് ഓയിലാണെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ഒനിയൻ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണേ. നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ സവാള നല്ല ബ്രൗൺ കളറാവുന്ന വരെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഇതിൽ നിന്ന് കോരി മാറ്റാം. ഇതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മുന്തിരി, ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുകയാണ്. ഇതിനെ ഒന്ന് വറുത്തെടുക്കാം. ഞാൻ വേറെ എണ്ണ യൂസ് ചെയ്യാതെ ഇത് തന്നെ യൂസ് ചെയ്തെന്ന് മാത്രം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കോരി മാറ്റാണ്. റൈസ് വേവിക്കാനായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് വേവാൻ ആവശ്യമായ വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു 3/4 വേവാകുമ്പോൾ നമ്മളിതിനെ കോരി മാറ്റുക ചെയ്യുന്നത്. എന്നിട്ട് ദമ്മ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. വെള്ളത്തിന് ഇങ്ങനെ കണക്കൊന്നുമില്ല. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് അങ്ങനെയുള്ള അളവിലല്ല. അരി വേവാൻ ആവശ്യമായ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഹോൾ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കുകയാണ് കുറേശ്ശെ. ഇപ്പോൾ വെള്ളം ഇങ്ങനെ തിളയ്ക്കാറായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിനി അതിലേക്ക് സവാള അരിഞ്ഞ് തന്നെ ഒരു പിടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കിടന്ന് നമ്മുടെ റൈസ് വേവുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില, ഇത്തിരി പുതിനയില, ഇത്തിരി നാരങ്ങ നീര് ഒഴിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ അരി സ്റ്റിക്ക് ആവാതിരിക്കാനാണ്, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 ചെറുനാരങ്ങയുടെ നീരാണ് ഇവിടെ ഒഴിച്ചെടുക്കുന്നത്. ഈ വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. വെള്ളം ഇവിടെ നന്നായി തിളച്ചിട്ടുണ്ട്. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അരി നമ്മൾ കഴുകി 20 മിനിറ്റ് വരെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുള്ള അരിയാണ്. അപ്പോൾ ആ അരിയിലേക്ക് ഇട്ട് കൊടുക്കാം.
റൈസ് എല്ലാം ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് ഒന്ന് കൂടി നിൽക്കുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 7-8 മിനിറ്റിനുള്ളിൽ നമ്മുടെ അരി വെന്ത് കിട്ടും. അപ്പോൾ ഒരു 3/4 വേവാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കണം. അപ്പോൾ ഇതൂടെ കിടന്നൊന്ന് വേവട്ടെ. റൈസ് ഇവിടെ ഒരു 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇനി ഇതിനെ കോരി മാറ്റാം. റൈസ് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫിനൊന്ന് തയ്യാറാക്കാം, മസാലയൊക്കെ തയ്യാറാക്കാം. അപ്പം അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുകയാണ്. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ വേഗം വഴന്നെത്താനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ബീഫ് വേവാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ സവാള ഒന്ന് വഴന്നിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. സവാള ഒന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഒരു പിടി കറിവേപ്പില. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ഒക്കെ ഒരു പച്ചമണം പോകുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. സവാളയ്ക്കൊന്ന് ലൈറ്റ് ബ്രൗൺ ആയിട്ട്. ഇപ്പം ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല ബീഫ് വേവിക്കുമ്പോൾ. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളെല്ലാം നന്നായി മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്, നന്നായി ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിന് ഇട്ട് കൊടുക്കാം. മസാലയൊക്കെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 പിടി മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ച് പുതിനയിലയും ഒന്നുകൂടി ഇതിനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കണം. ഇത് കുറച്ച് നേരം മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് ചെറിയ തീയിലൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ മസാലയും ബീഫൊക്കെ നന്നായിട്ട് മിക്സ് ആവും. അതിന് ശേഷം നമുക്ക് ദമ്മിടാൻ തുടങ്ങാം. ഒരു 5 മിനിറ്റാണ് നമ്മൾ മൂടി വെച്ചിട്ടുണ്ടായി ചെറിയ തീയിൽ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ബീഫ് കൂടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ദമ്മിടാം. ദമ്മിടാനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കാം. നമുക്ക് കുറച്ച് ഇനി ഇതിലേക്ക് ഒരു വാഴയില ഇറക്കി വെക്കുന്നുണ്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഈ വാഴയില ഇതിലേക്ക് ഇറക്കി വെക്കുക. ഇത് നമ്മൾ വാഴയിലില്ലാതെ വെറുതെ മൺചട്ടിയിൽ മാത്രം ഇട്ടിട്ട് ദം ചെയ്തെടുക്കാം. പക്ഷെ അങ്ങനെയാകുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ബീഫ് മസാലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ചെറിയൊരു വാഴയില പീസ് അടിയിൽ വെച്ചാലും മതി കേട്ടോ. ഞാനൊരു വലിയ പീസ് ഇങ്ങനെ വെച്ചെന്ന് മാത്രം. അടിഭാഗം ഒന്ന് കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാഴയില വെച്ചത്. ഈ ചോറിലേക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഞാൻ പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയതാണ്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സവാള ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുള്ള ഓയിൽ 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വറുത്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില. ഇനി വേണമെങ്കിൽ കുറച്ചും കൂടെ ബീഫ് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ബീഫ് ഇടുന്നുണ്ട്. കുറച്ചും കൂടെ റൈസ് മേലിട്ട് കൊടുക്കാം. നേരത്തെ ഒഴിച്ചെടുത്ത പോലെ തന്നെ കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയത് ഒഴിച്ചു കൊടുക്കാം.
കുറച്ച് ഓയിലിന് പകരം നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വറുത്ത് വെച്ചിരിക്കുന്ന സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില. ഇനി ഞാനിതൊരു ചെറിയ വാഴയില പീസ് കൊണ്ട് തന്നെ ഒന്ന് മൂടിയിട്ടാണ്. ഇത് നമ്മൾ കിഴികെട്ടി ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ വേറെ രൂപത്തിൽ ഉണ്ടാക്കിയെന്ന് മാത്രം. വാഴയില കൊണ്ടൊക്കെ നന്നായി കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മൺചട്ടി വെച്ചിട്ടൊന്ന് മൂടിയിടാണ്. ഇനി നമുക്ക് ഇത് അടുപ്പത്ത് വയ്ക്കാം. ഹൈ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് വരെ വെച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് ലോ ആക്കിയിട്ട്, വെരി ലോ ആക്കിയിട്ട് ഒരു അരമണിക്കൂറോളം നമുക്ക് ദമ്മിടാം. ലോ ഫ്ലെയിമിൽ 30 മിനിറ്റോളം നമ്മൾ ദമ്മിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനെ അടുപ്പിൽ നിന്ന് മാറ്റാണ്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ വാഴയിലേക്ക് വാടിയിട്ടുള്ള നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതിനെ നമുക്ക് സെർവ് ചെയ്യാം. സൂപ്പർ ടേസ്റ്റി ബിരിയാണി. അത് നമുക്ക് ഇഷ്ടമുള്ള മീറ്റ് കൊണ്ട് ഇതുപോലെ ചെയ്യാം. ആ വാഴയിലയിൽ പൊതിഞ്ഞെടുക്കുമ്പോഴുള്ള ഒരു മണവും രുചിയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. പിന്നെ ആ ചട്ടിയുടെ ഒരു മണവും ഒക്കെ വരും ഇതിൽ. കുറച്ച് മല്ലിയില ഇതിൻ്റെ മേലെ നമുക്കൊന്ന് ഡെക്കറേഷന് വേണ്ടി ഇട്ട് കൊടുക്കാം. കുറച്ച് സവാള വറുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഇഷ്ടമായിട്ടുള്ള ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഇനിയും കാണാം. നന്ദി, നമസ്കാരം.